എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കീഴ്കൊണ്ട എന്ന് പറയുന്ന ഒരു ബീച്ചിലാണ്. ഇത് ഓസ്ട്രേലിയയിലാണ്, അതായത് നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റിൽ മെൽബണിൽ നിന്ന് ഫിലിപ്പ് ഐലൻഡ് പോകുമ്പോൾ 117 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഹൈവേ തന്നെയുള്ള ഒരു ബീച്ചാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണ്. ആ ബീച്ചിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കിൽക്കുണ്ട ബീച്ചിലേക്ക് മെയിനായിട്ട് 2 എൻട്രൻസ് ആണുള്ളത്. 2 വലിയ വ്യൂ പോയിൻ്റ്, 2 സൈഡ് തടി വെച്ച് കെട്ടിയ നടപ്പാതയിലൂടെ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു വ്യൂ ആണ്. അതായത് കടലിൻ്റെ ബീച്ചിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഞങ്ങളൊരു ഈവനിങ്ങിലാണ് ബീച്ചിലേക്ക് ചെന്നത്. അതുകൊണ്ട് തന്നെ സൂര്യാസ്തമയത്തിൻ്റെ ഒരു അടിപൊളി പിക്ചറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല മനോഹരമായിട്ടുള്ളൊരു സയനായിരുന്നു. കടലിൻ്റെയും അസ്തമയ സൂര്യൻ്റെയും വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച് വ്യൂ ആയിരുന്നു അത്. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് ആ നടപ്പാത വഴി അടിയിലോട്ട് ബീച്ചിലോട്ടാണ് ഇറങ്ങുന്നത്. ബീച്ചിലോട്ട് ഇറങ്ങുമ്പോൾ 2 സൈഡിലും സൂചനാ ബോർഡുകളുണ്ട്. കാരണം ഓസ്ട്രേലിയയിൽ മിക്ക ബീച്ചുകളിൽ ഇറങ്ങുമ്പോൾ അവിടെ സൂചനാ ബോർഡുകൾ സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ടാവും. അവിടെ സ്വിമ്മിങ് അലൗഡ് ആണോ, ഫിഷിങ് അലൗഡ് ആണോ, പിന്നെ തിരമാലകൾ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും അത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഇവിടെയും നമ്മൾ ഇറങ്ങുമ്പോൾ 2 സൈഡിലായിട്ട് സൈൻ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്വിമ്മിങ് അലൗഡ് അല്ല, അതേപോലെ തന്നെ തിരമാലകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളത് നോക്കിയിട്ട് വേണം ഇറങ്ങാനായിട്ട്. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണം. അത്യാവശ്യം ചുറ്റും നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു ബീച്ചാണ്. അവിടുന്ന് നമുക്ക് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാം. അവിടെ ടെൻ്റ് അടിച്ച് നിൽക്കാം, സൺബാത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ കടലിലോട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ സൈൻ ബോർഡ് നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. കാരണം കടലിൻ്റെ സ്വഭാവം നമുക്കറിയാൻ പറ്റില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ അവിടെ ഫിഷിങ് അലൗഡാണ്. പക്ഷേ ജാക്കറ്റ് ഇട്ടിട്ട് വേണം, ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം ഫിഷിങ് ചെയ്യാനായിട്ട്. അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫിഷിങ്ങിനും ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നുണ്ട്. ആ ബീച്ചിൽ നമുക്ക് സൈഡിലായിട്ട് വലിയൊരു പാറക്കൂട്ടം കാണാം. ആ പാറക്കൂട്ടത്തിൻ്റെ അവിടെ നിന്ന് ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് അവിടെ. കീഴ്കൊണ്ട ബീച്ചിന്റെ ഒരു സൈഡാണിത്. നമ്മളിപ്പോൾ ഇറങ്ങി വന്നത് ഒരു സൈഡിൽ കൂടെയാണ്. ഇനി ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്ക് ചെല്ലാം. ഇതിങ്ങനെ സ്ട്രെയിറ്റ് നീണ്ടു നിവർന്ന് കിടക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ പാലം കാണിച്ച് ആ പാലം കയറി നമുക്ക് അപ്പുറത്തോട്ട് ചെല്ലാം. അപ്പുറത്തേക്കൂടെ നമുക്ക് ഇറങ്ങാം, ഇപ്പുറത്തേക്കൂടെ നമുക്ക് പോവാം. ഇപ്പുറത്തേക്കൂടെ പോകാൻ നല്ല രസം, നല്ല പാറക്കെട്ട്, ആ വ്യൂ ഒക്കെ. ഇത് കണ്ട, ഞാനിപ്പോ പോയ വ്യൂ നിങ്ങൾ കണ്ട, കിൽക്കൻ വ്യൂ അല്ലേ. വെള്ളം കയറിക്കുന്ന സമയത്തൊന്നും ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് വെള്ളമൊന്നും കയറിയിട്ടില്ല, വെള്ളമൊക്കെ ഇറങ്ങി പോകുന്നു തോന്നുന്നു. അതുകൊണ്ട് കയറാൻ സുഖമായിട്ട് നോക്കി വാട്ടോ. സൂപ്പർ വ്യൂ അല്ലേ അത്. നല്ല രസമുണ്ട് കേട്ടോ. ആ സാധനം പാറ നിൽക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് നിലത്തേക്ക് വീഴുന്നുള്ള രീതിയിലാണ് പാറ നിൽക്കണേ. ഓക്കെ, സൂപ്പർ അല്ലേ. കീഴ്കൊണ്ട ബീച്ചിലെ ഒരു ഭയങ്കര ആകർഷണമാണ്
ഈ പാലം കണ്ടത് ഇത് ശരിക്കും ഒരു റെയിൽവേ പാലമായിരുന്നു. അതായത് പണ്ട് ഇത് ശരിക്കും ഒരു കൽക്കരി ഖനനം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ കൽക്കരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാണ് ശരിക്കും ഇത് ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്തിട്ട് കുറേ നാളെ 1971 തോന്നുന്നു എനിക്ക് ഡീകമ്മീഷൻ ചെയ്ത്. അതിനുശേഷം ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്കായിട്ട് നടക്കാനുള്ളൊരു നടപ്പാതയായിട്ട് മാറ്റിയേക്കാണ്. ഇവിടുന്ന് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാം. ബീച്ചിൻ്റെ നല്ല അടിപൊളി ഒരു വ്യൂ കാണാം. ഇപ്പൊ നല്ല സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് സൂര്യൻ താന്ന് നല്ല നൈസായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ റെയിൽവേ പാത ആണ് ഇപ്പോൾ ഈ രണ്ട് സൈഡിൽ കൈവരികളൊക്കെ ആയിട്ട് നടപ്പാതയായിട്ട് മാറ്റിയേക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു എന്താ പറയാ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഈ പാലത്ത് നിന്നിട്ട് കടലിന്റെ ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നത്. ഇതൊരു അത്യാവശ്യം നീളമുള്ള ഒരു നടപ്പാലാണ്. ഈ നടപ്പാലം ശരിക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് ശരിക്കും ഒരു റെയിൽവേ പാലമായിരുന്നു കൽക്കരി കൊണ്ടുപോകാനായിട്ട്. കാരണം ഈ ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ ആണ്. ഇങ്ങോട്ട് പോയി ഞങ്ങൾ നിൽക്കുന്ന മൊണ്ടായി ഏരിയ ആണെങ്കിലും ഈ ഏരിയ ആണെങ്കിലും ഇവിടെ അടുപ്പിച്ച് എന്താ പറയുക ഒരുപാട് ബീച്ചുകളുണ്ട്. ഇപ്പോൾ ഈ ബീച്ചുണ്ട്, പിന്നെ അവിടെ ഫിലിപ്പ് ഐലൻഡ് ഉണ്ട്, അങ്ങനെ കുറച്ച് ബീച്ചുകളുണ്ട്. കാരണം ഓസ്ട്രേലിയ അറിയാലോ ബീച്ചുകളുടെ കുറേ ബീച്ചുകളുള്ള സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് വിക്ടോറിയയിൽ ഞങ്ങൾ നിൽക്കുന്ന ഈ മൊണ്ടായി എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളും. പിന്നെ കൂടുതലും ഇവിടെ ഈ കൽക്കരി ഖനനമായിരുന്നു ഈ ഏരിയയിൽ എന്നാണ് ഞാൻ കേട്ടേക്കണത്. അതാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാനിവിടുത്തെ ബീച്ചുകളിൽ കണ്ട ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബീച്ചുകളോടും ചേർന്നിട്ട് നമുക്കിങ്ങനെ നടക്കാനായിട്ട് ഒരുപാട് പാതയുണ്ടാവും. അതായത് നമുക്ക് എന്താ പറയുക ട്രക്കിങ് ചെയ്യാനായിട്ട് കുറേ ഏരിയ ഉണ്ടാവും. അത് നല്ലൊരു അടിപൊളി സെറ്റപ്പ് ഉണ്ടോ. ഞാൻ ഇവിടെ കണ്ടത് ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ പോയത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയതിലൊക്കെ ഇങ്ങനെ കണ്ട ബീച്ചുകളുടെ എല്ലാ സൈഡിൽ കൂടെ നമുക്ക് ട്രക്കിങ്ങിന് പോകാൻ പറ്റിയ ഏരിയാസ് ഉണ്ടാവും. ഇങ്ങനെ നടപ്പാതകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് നടക്കണ ഇതേപോലെ നീണ്ടു നിവർന്ന് നടക്കുന്ന നടപ്പാത ഉണ്ടാവും. ചിലതൊക്കെ മലകളുടെ മുകളിലോട്ട് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിൽ അങ്ങനെ മലയും കടലൊക്കെ ചേർന്നിട്ട് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഇവിടെയും അതേപോലെ തന്നെ നമ്മുടെ കീഴ്ക്കൊണ്ടയിലും അതേപോലെ തന്നെ പല വ്യൂ പോയിന്റ്, ഫസ്റ്റ് കാണിച്ച വ്യൂ പോയിന്റ് അത് കഴിഞ്ഞ് സെക്കൻഡ് വ്യൂ പോയിന്റിലേക്ക് നടന്ന് നമുക്ക് പോവാം. അല്ലെങ്കിൽ അപ്പുറത്തേക്കൂടെ കടലിൻ്റെ തീരത്തോട് തന്നെ ആ കർവിൽ കൂടെ വരാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ. ഇത് ബീച്ചിന് തന്നെ മറ്റൊരു സൈഡാണ്. ആ വ്യൂ പോയിന്റിലൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോഴും അവിടെയും കൊടുത്തിട്ടുണ്ട് ആ സൈഡിലും സ്വിമ്മിങ് അഡ്വൈസ്ഡ് അല്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സൂചനാ ബോർഡുകൾ എന്തായാലും നോക്കണം. ഇത് കിൽകുണ്ട ബീച്ചിലേക്കുള്ള മെയിൻ എൻട്രൻസിൻ്റെ വ്യൂ ആണ്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് അടിയിൽ കടൽ നല്ല മനോഹരമായിട്ട് കാണാം. ഈവനിങ് ഒക്കെ ആകുമ്പോൾ സൺസെറ്റൊക്കെ വളരെ മനോഹരമാണ്. പിന്നെ അവിടെ തന്നെ നമുക്ക് ഇപ്പോൾ കടലിൽ ഇറങ്ങുന്നവരാണെങ്കിലും വാഷ് ചെയ്യാനും കുളിക്കാനൊക്കെ ഉള്ള ബാത്റൂം എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുണ്ട്. പിന്നെ ബാർബിക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ സ്കേറ്റിംഗ് ചെയ്യാനുള്ളതൊക്കെ. പിന്നെ തൊട്ടടുത്ത് തന്നെ വാഷ്റൂം സംഭവങ്ങൾ, പിന്നെ അതേപോലെ ബാർബിക്യൂ സെറ്റ് ചെയ്ത് കഴിക്കാനുള്ള സെറ്റപ്പ്, അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കടലിൽ ഇറങ്ങിയാലും അല്ലെങ്കിൽ ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ ഒരു ഡേയിലൊക്കെ നമുക്ക് വന്ന് ഫാമിലിയായിട്ടൊക്കെ കുട്ടികളായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. അത്യാവശ്യം ആൾക്കാർ എപ്പോഴെങ്കിലും അവിടെ ഉണ്ടാവും. ഈവനിങ്ങിലാണ് കൂടുതലും വരുന്നത്. കാരണം ഈവനിങ് സൺസെറ്റും പിന്നെ അതേപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങളും ഇടയ്ക്ക് അവിടെ വൈകിട്ടൊക്കെ പോവാറുണ്ട്. അപ്പോൾ കീഴ്കൊണ്ട ബീച്ചിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓസ്ട്രേലിയയിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.